ഇന്ന് വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫെർട്ടിലൈസറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഗാർഡനിങ് പ്ലാന്റ്സിനോടൊക്കെ ക്രേസുള്ള ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം 100% ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെപ്പോഴും വേസ്റ്റായിട്ട് കളയുന്ന ഈ ഒരു ഉള്ളിത്തോലാണ് എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളിയും ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി അതിൻ്റെ എല്ലാത്തിൻ്റെ തോല് ഡെയിലി യൂസ് ചെയ്യുന്നത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും വേസ്റ്റായിട്ട് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു യൂസും ഇല്ല. അപ്പോൾ നമ്മൾ ഇത് കളക്ട് ചെയ്ത് എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചതിന് ശേഷം കുറച്ചധികം ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഈ തൊലി ഇട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളത്തിലോട്ട് തൊലി ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ രാത്രി ഒരു ഓവർനൈറ്റ് നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം അതെടുത്തിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ദിവസം നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചാലും പ്ലാന്റിന് ഗ്രോത്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ 4-5 ദിവസം ഇതിനെ കുതിരാനായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇത് അരിച്ചെടുത്തിട്ട് അതിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഡയറക്റ്റായിട്ട് ഒരിക്കലും ഇത് പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്ത പ്ലാന്റ് ഉണങ്ങിപ്പോവും. ഈ ഒനിയൻ പീലിൽ ഒരുപാട് കാൽഷ്യം അതുപോലെ അയേണിൻ്റെ കണ്ടൻറ്റൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും സ്ട്രോങ് ആയിട്ട് വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഒനിയൻ പീലിൽ പൊട്ടാസ്യം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.